ഏവർക്കും കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. നിങ്ങളേവരെയും കർത്താവ് യേശു ക്രിസ്തു സമ്പൂർണ്ണമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നാം ഇപ്പോൾ ചിന്തിക്കുന്നത് ക്രൂശ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 3:16 തന്റെ ഏകജാതയിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ അവനെ നൽകുവാൻ തക്ക വിധം പിതാവായ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പാപം ചെയ്യാത്തവനെ പാപിയായി വിധിച്ചു. ക്രിസ്തു നമ്മളുള്ള സ്നേഹത്തെ പ്രതി പാപികളും താഴ്ന്നവരും നശിച്ചവരുമായ നമ്മളുള്ള സ്നേഹത്തെ പ്രതി അവൻ ക്രൂശ് പണം തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ക്രിസ്തു ഏറ്റ ഓരോ ചമ്മട്ടിയടിയും അവിടുത്തെ ശരീരത്തെ പിച്ച് ചീന്തി. അവിടെ നേറ്റ ഓരോ പരിഹാസവും നിന്ദയും നമുക്ക് രോഗസൗഖ്യം നൽകി. അവൻ അണിഞ്ഞ ഉൾക്കിരീടം അവന്റെ തലയോട്ടി തകർത്തു. അതിൽ നിന്ന് ഒഴുകിയ രക്തം ക്രിസ്തുവിന്റെ മുഖത്തിലൂടെ ഒഴുകി. അത് കർത്താവായ ക്രിസ്തുവിന്റെ കൃപയുടെ ഒരു അസംസ്കൃതമായ രക്തമായിരുന്നു. നമ്മോടുള്ള ആ സ്നേഹമായിരുന്നു അത്. ഹല്ലേലൂയ. അവൻ ക്രൂശിതനായി കിടക്കുമ്പോൾ തന്നെ ക്രൂശിച്ചവർക്കും തന്നെ നിന്ദിച്ചവർക്കും തന്നെ പരിഹസിച്ചവർക്കും രക്തത്തിൽ ഒട്ടിപ്പിടിച്ച തന്റെ വസ്ത്രം പിച്ച് ചീന്തി നറുക്കെട്ടെടുത്തവർക്ക് വേണ്ടിയും അവിടുന്ന് പിതാവിനെ നോക്കി പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, ഇവർ ചെയ്യുന്നതാണ് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ക്രൂശ് അവസാനമല്ല, അത് വിജയത്തിന്റെ തുടക്കമാണ്. സ്വർഗവും ഭൂമിയും ഒന്നായ സമയമാണ്. ക്രൂശ് മരണത്തിലൂടെ പിതാവായ ദൈവം നമ്മെ സ്വന്തം മക്കളായി സ്വീകരിച്ചു. നമ്മുടെ പാപങ്ങളെ മോചിപ്പിച്ചു. ഹല്ലേലൂയ. ക്രിസ്തു നമ്മുടെ പാപങ്ങളെയെല്ലാം തന്റെ ആണിപ്പണകളിൽ ചേർത്ത് വെച്ച് നമ്മെ പിതാവായ ദൈവത്തിന്റെ മക്കളാക്കി തീർത്തു. ഹല്ലേലൂയ. ആകയാൽ പ്രിയരെ, ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രയാസം ഉണ്ടാകുമ്പോൾ നിരാശപ്പെടാതെ ക്രൂശിലേക്ക് നോക്കുക. അവർ നമ്മെ നോക്കും. പത്രോസ് ക്രിസ്തുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞപ്പോൾ ജിജ്ഞാസയോടെ അവനെ നോക്കി. അതിനുശേഷം അവൻ പശ്ചാത്തപിച്ചു. തിരികെ അവൻ സഭയുടെ മൂലക്കല്ലായി തീർന്നു. ഹല്ലേലൂയ. ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രയാസം ഉണ്ടാകുമ്പോൾ ക്രൂശിലേക്ക് നോക്കുക. അവിടെ ഉത്തരവരണം. ക്രൂശിൽ സ്നേഹമുണ്ട്. അവിടെ പാപമോചനമുണ്ട്. ഹല്ലേലൂയ. രോഗസൗഖ്യമുണ്ട്. ഹല്ലേലൂയ. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, എൻ്റെ പിതാവേ, എൻ്റെ പാപങ്ങൾ അവിടുത്തെ ഏകജാതന പുത്രന്റെ മേൽ അവിടുന്ന് ചുമത്തിയല്ലോ. അയ്യാ കർത്താവേ, ഞാൻ മകനാണ്, മകളാണ്. ഇനി ഒരിക്കലും വഴി തെറ്റുവാൻ എനിക്കിട്ട് വരരുതേ. അവിടുത്തെ തിരുസനെ ഉറച്ചു നിന്ന് അവിടുത്തെ മകനായി മകളായി ജീവിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. പ്രാർത്ഥന കേട്ട കൃപയ കർത്താവേ, സ്തോത്രം. യേശുവിൻ നാമത്തിൽ